ബല്ലാത്ത ജാതി ഇന്റർവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് കുവൈത്തിൽ തന്നെ പ്രശസ്തരായ 2 മുതലാളിമാരുടെ റെസ്റ്റോറന്റിലേക്കാണ്. അവരെ വിശേഷങ്ങളും കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ കൂടിയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അവിടേക്ക് പോകാം. അസ്സലാമു അലൈക്കും. നമസ്കാരം. എന്റെ പേര് നസീർ എന്നാണ്. ഞാൻ ഉസ്മാൻ. അപ്പൊ നസീർക്ക, പൊന്നാനി സംഗമോത്സവത്തിന്റെ മൊമെന്റോ അത് നമ്മുടെ നസീർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നസീർക്ക, ഇത് ഇങ്ങനെ കിട്ടാനായ കാരണം അതിനെ പറ്റി ഒന്ന് വിശദീകരിച്ച് തരാമോ? നമുക്ക് ആദ്യം സലീം വല്ലാത്ത ജാതി നിങ്ങൾക്ക് അറിയാതെ ആളുണ്ടാവില്ല. വല്ലാത്ത ജാതിന സലീം എന്നാണ് മൂപ്പരെ ശരിക്കും പേര്. അപ്പോ ഏതായാലും നസീർ ഉസ്മാൻ റെസ്റ്റോറന്റിലേക്ക് നിങ്ങൾ വന്ന് നമ്മളോട് ഈ ഒരു സംഭവം പറയുമ്പോൾ നമ്മളത് വിശദീകരിച്ച് പറഞ്ഞു തരണമല്ലോ കാര്യങ്ങൾ എന്താണെന്ന്. ശരിക്കും പ്രത്യേകിച്ച് ആദ്യം എടുത്ത് പറയേണ്ടത് പൊന്നാനി അസോസിയേഷന്റെ കാര്യമാണ്. ഈ പൊന്നാനി അസോസിയേഷന്റെ ആ ഒരു കമ്മിറ്റിയിൽപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽപ്പെട്ട ഒരുവിധ ആൾക്കാർ മുഴുവനും നമ്മളെ സ്ഥിരം കസ്റ്റമറാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നവാസ്, അതുപോലെ നമ്മുടെ റഹ്മാൻ ക, എനിക്ക് അഷറഫ് ക, അങ്ങനെ ഒരുപാട് ആൾക്കാർ, എല്ലാ പേരെടുത്ത് പറയുന്നില്ല, പേരെടുത്ത് പറയാൻ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ ഇവരൊക്കെ നമ്മളെ എന്താ പറയാ ഫാമിലിയായി വന്ന് നമ്മൾ തുറന്നത് മുതൽ ഇങ്ങോട്ട് നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ്. അതായത് സപ്പോർട്ട് ഇല്ലാണ്ട് നമുക്കൊരു വിജയമില്ല. ഏതൊരു പ്രസ്ഥാനത്തിനും ഏതൊരു സംരംഭവും വിജയിക്കണമെങ്കിൽ പബ്ലിക്കിന്റെ അല്ലെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാർ സപ്പോർട്ട് നിർബന്ധമാണ്. അത് ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് ഈ അസോസിയേഷൻ, നമ്മളെ പൊന്നാനി അസോസിയേഷൻ. അപ്പോൾ അവര് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ അവരിങ്ങനെ ഒരു പരിപാടിയിലേക്ക് നമ്മളെ ക്ഷണിച്ചു. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന ഈ ഫ്രൈഡേ നടന്ന പരിപാടിയിലേക്ക് നമുക്ക് നല്ല നല്ല അടിപൊളി പരിപാടിയായിരുന്നു. നമ്മൾ ഫുൾ ടൈം നമ്മൾ ആ തുടങ്ങുന്നത് മുതൽ അവസാനം വരെ അവിടെ ഉണ്ടായിരുന്നു അല്ലെ. നമ്മൾ ശരിക്കും ആനന്ദം കൊണ്ടു നമ്മൾ ആനന്ദിച്ചിട്ട് നല്ലോണം ആസ്വദിച്ചു നമ്മള്. അപ്പോ അവര് ക്ഷണിക്കുമ്പോ നമ്മൾ അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു മൊമെന്റോ തരുമെന്ന്. നസീർ ഉസ്മാനും എന്ന റെസ്റ്റോറന്റ് നിങ്ങൾക്കൊക്കെ പരിചിതമാണ്. അതായത് നമ്മളെ ബിരിയാണിയിലൂടെ, തലശ്ശേരി കല്യാണ ബിരിയാണിയിലൂടെ കുവൈത്തിലുള്ള പബ്ലിക് മുഴുവനും അല്ലെങ്കിൽ നിങ്ങൾ ഓരോരാളും നെഞ്ചിലേറ്റിയ ബിരിയാണിയാണ് നമ്മുടെ ബിരിയാണി, കല്യാണ ബിരിയാണി. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മളെ. അപ്പോൾ നമ്മൾ പോകുമ്പോൾ നമുക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു മൊമെന്റോ പൊന്നാനി അസോസിയേഷൻ ഇങ്ങനെ ഒന്ന് തന്ന് നമ്മളെ ആദരിക്കുന്നുള്ളത് നമുക്ക് അറിയില്ലായിരുന്നു. അവിടെ എത്തിയപ്പോഴാണ് നമ്മൾ നസീറും ഉസ്മാനും പ്ലീസ് കം ടു ദ സ്റ്റേജ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് എന്ത് ഈ മൊമെന്റ് നമുക്കുണ്ട്, നമ്മളിങ്ങനെ ആദരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. അതിനൊരുപാട് നന്ദി എപ്പോഴും നമ്മൾ കടപ്പെട്ടിരിക്കും പൊന്നാനി അസോസിയേഷനോടും എന്റെ ആ ടീമിനോടും. കുവൈത്തിൽ എവിടെ പോയാലും നസീർ ഉസ്മാനും ഏത് കൊച്ചു കുട്ടികളിൽ എടുത്തു പോയാലും അവരും പറയുന്നത് നസീർ ഉസ്മാനും. അപ്പൊ നസീർക്ക, ഈ നസീർ ഉസ്മാനും എന്നുള്ള ഈ കട ഇത്രമേൽ ഫേമസ് ആകാൻ കാരണം എന്താണ്? ഇത് നസീർ ഉസ്മാൻ റെസ്റ്റോറന്റ് ഇങ്ങനെ വരലാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഫസ്റ്റ് എടുത്ത് പറയാനുള്ളത് നമ്മുടെ ബിരിയാണിയാണ്. തലശ്ശേരി കല്യാണ ബിരിയാണി. അതായത് കുവൈത്തിൽ എവിടെയും നമുക്ക്, ഞാൻ 17 വർഷമായി കുവൈറ്റിൽ, എവിടുന്നും ഞാൻ പല റെസ്റ്റോറന്റിൽ നിന്നും ഭക്ഷണം കഴിച്ച ആളാണ്. 17 വർഷമായിട്ട് റെസ്റ്റോറന്റ് ഫീൽഡിലുള്ള ആളാണ്. നമുക്ക് ഈ ഒരു രുചിയോട് കൂടിയിട്ട് അല്ലെങ്കിൽ തനിമയുള്ള ഈ കല്യാണ ബിരിയാണി, തലശ്ശേരി ദം ബിരിയാണി നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല അല്ലെ ഉസ്മാൻചാ. അപ്പോ മെയിൻ വൈറലാകാനുണ്ടായ ഒരു കാരണം ഒന്നത്. 2, നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയാണ് നമ്മൾ ഈ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. അത് നമ്മളെ ഓൺ ബിസിനസ് വേറെ ആരെ കൊണ്ട് ചെയ്യിക്കുന്നതല്ല, നമ്മൾ തന്നെ ചെയ്യുന്നതാണ്. നമ്മൾ ഡെയിലി 1, 2, 3 അപ്ഡേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് വരുന്ന കസ്റ്റമർ അവരെ റിവ്യൂ, നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം അവരെ റിവ്യൂ എടുത്തിട്ട് നമ്മൾ ഡയറക്റ്റ് പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ടിക്ടോക്കിലും ഒക്കെ. അതോടൊപ്പം നല്ല കൊച്ചു കുട്ടികളെ പറഞ്ഞല്ലോ, കുട്ടികളെ എടുത്ത് പോലും ഇത് പറയുമ്പോൾ നസീർ ഉസ്മാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ സലീമെ, വല്ലാത്ത ജാതി. അപ്പോൾ അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ കുട്ടികളെ കൂടെ ആടാനും പാടാനും ഞാനും ഉസ്മാൻ ചെയ്യും ഭയങ്കരമായിട്ട് എന്താ പറയുക അല്ലേ, കുട്ടികൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അത് കുട്ടികളെ മുന്നിൽ നമ്മുടെ കുട്ടികളെ മുന്നിൽ കുട്ടികളങ്ങ് ആകുകയാണ്. ആ കുട്ടികളോടൊപ്പം ഡാൻസ് കളിച്ച വീഡിയോകൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ കുട്ടികളോട് ആടുന്നതും ഡാൻസ് കളിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പാടുന്നതൊക്കെ. അതിലൂടെയാണ് കുട്ടികൾ നമ്മളിലേക്ക് ആകർഷിക്കാനുണ്ടായ മറ്റൊരു കാരണം. അപ്പോൾ അൽഹംദുലില്ലാഹ് ഇത് കേട്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അതായത് നസീർ ഉസ്മാനും കുവൈത്തിൽ നിന്നല്ല എല്ലാ GCCയിലേക്കും പടർന്ന് പന്തളിച്ച് വരുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രയും വൈറലായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷവും പടച്ചവനോട് നന്ദിയുണ്ട്. അതിന് നിങ്ങളെപ്പോലത്തെ ആൾക്കാരാണ് ശരിക്കും നമ്മളെ പിന്നിൽ പ്രവർത്തിക്കുന്നതും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. അതിന് പ്രത്യേകിച്ച് സലീമിനോട് നമുക്ക് നന്ദി, വല്ലാത്ത ജാതിനോട് നന്ദി പറയാതിരിക്കാൻ വഴിയില്ല. നിങ്ങൾ ഇത് അന്വേഷിക്കാനും നമ്മളൊരു ഇന്റർവ്യൂ ചെയ്യാനും നിങ്ങൾ ഇവിടെ എന്താ പറയാ വന്നതിൽ നമുക്ക് ഒരുപാട് നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. അപ്പോൾ ഇത് ഇത്രേ പറയാനുള്ളൂ. തലശ്ശേരി കല്യാണ ബിരിയാണിയും അതുപോലെ നമ്മുടെ ഈ ആംബിയൻസും നമുക്ക് ഇവിടെ ഗസ്റ്റ് ഇല്ല, അല്ല ഇതില്ലാണ്. അതായത് നമുക്ക് അതിഥികളെ പോലെ, നമ്മുടെ വീട്ടിൽ വരുന്ന ഒരു അതിഥിനെ പോലെയാണ് നമ്മൾ എല്ലാവരെയും കാണുന്നത്. ആ ഒരു എന്താ പറയുക നമ്മുടെ സർവീസും നമ്മൾ അവരോട് കാണിക്കുന്ന ഇടപഴകലുമാണ് നമ്മൾ ഇത്രമാത്രം വൈറലാക്കിയത് എന്നും കൂടി ഇപ്പോൾ ഇതിന്റെ കൂടെ കൂട്ടിച്ചേർക്കാനുണ്ട്. അപ്പോൾ എന്താക്കുക, എല്ലാവരോടും ഒന്നും കൂടി നസീർ ഉസ്മാന് നമ്മൾ നന്ദി പറയുകയാണ്. അതായത് നിങ്ങളെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. ഇനി അങ്ങോട്ടും നിങ്ങളെ എന്താ പറയുക എല്ലാവിധ സപ്പോർട്ടും നമുക്ക് ഉണ്ടാവണം. നമ്മുടെ ബിരിയാണി കുവൈത്തിൽ എവിടെയും കിട്ടൂല, അത്രയും ഓഫർ പ്രൈസിലാണ് നമ്മൾ ബിരിയാണി കൊടുക്കുന്നത്. ബിരിയാണി എന്ന് പറഞ്ഞിട്ട് ബിരിയാണി മാത്രമല്ല നമ്മുടെ ഫുഡ്, ഇവിടെ അൽഫാം ഉണ്ട്, അതുപോലെ കപ്പ, പാൽക്കപ്പ, കപ്പ ബിരിയാണി, ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, അങ്ങനെയുള്ള ബട്ടർ ചിക്കൻ, തന്തൂർ ഐറ്റം ഉണ്ട്.
പിന്നെ തിക്ക കബാബ് ഉണ്ട്, അങ്ങനെ ഒരുപാട് മീൻ പൊള്ളിച്ചതൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് അല്ലെ. പിന്നെ പൊള്ളിച്ച പൊറോട്ട എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ള പുതിയ മോഡൽ. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും നമ്മൾ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാണ്, എല്ലാവരും വരിക, ഒരു പ്രാവശ്യം സന്ദർശിക്കുക. അപ്പൊ എല്ലാവരോടും സ്നേഹവും നന്ദിയും മാത്രം. നസീറും ഉസ്മാനും.